ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ആ ചെറുനാരങ്ങയും കൊണ്ട് അവിടേക്ക് വരികയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ഒരു പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. അവസാനം ആ ചെറുനാരങ്ങ അത് പൂജാമുറിയിൽ വെക്കണമെന്നും അതുപോലെ തന്നെ തൻ്റെ ഇവിടെ ദുഷ്ടശക്തികളുണ്ട് എന്നും തൻ്റെ സ്വർണം മോഷ്ടിച്ചത് ആരാണ് എന്ന് ആ ചെറുനാരങ്ങ കണ്ടുപിടിച്ചു തരും. അങ്ങനെ സ്വർണം മോഷ്ടിച്ച ആളുടെ ചുണ്ട് കോടിപ്പോകുകയും വായ കോടിപ്പോവുകയൊക്കെ ചെയ്യുമെന്നിങ്ങനെ സച്ചി പറയുകയാണ്. അതെല്ലാം കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയുടെയും അതുപോലെ സുധിയുടെയും കിളി പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇത് കൊണ്ട് വെക്കട്ടെ എന്നും പറഞ്ഞ് സച്ചി അവിടെ കൊണ്ട് വെക്കാൻ നിൽക്കുമ്പോൾ സുധി തടയുന്നുണ്ട്. എന്തിനാ നീ അതൊക്കെ അവിടെ കൊണ്ടുവെക്കണേന്ന് ചോദിക്കാണ്. അതിനെന്താ ഇത് അവിടെ വെച്ചാല് നിനക്കെന്താ പേടിയുണ്ടോ, നീ എന്തിനാ പേടിക്കുന്നത് എന്ന് സച്ചി തിരികെ സുധിയോട് ചോദിക്കുമ്പോൾ സുധി പറയുന്നു, എനിക്ക് പേടിയൊന്നുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വെക്കണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് സ്വർണം പോയത് എൻ്റെയാണല്ലോ, എനിക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പം പിന്നെ ഞാൻ വെക്കുമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അത് അവിടെ കൊണ്ടുവെക്കുകയാണ്. അങ്ങനെ അവർ എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും സുധി അമ്മയ്ക്ക് അരികിലേക്ക് വന്നിട്ട് റൂമിൽ അടച്ചിരുന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, എന്താ അമ്മേ ഇത്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യോ, ഇതിലൊക്കെ വിശ്വാസം ഉണ്ടാവും, ഇതൊക്കെ വെറുതെ കാണിക്കുന്നതാണില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അറിയില്ലടാ എന്നിട്ട് അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുധിക്ക് ചന്ദ്രയുടെ വായ കൂടിയതായിട്ടും ചന്ദ്രയ്ക്ക് സുധിയുടെ വായ കൂടിയതായിട്ടും തോന്നുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം തേടാ നിന്റെ വായ കൂടി എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവർ അങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ശ്രുതി കടന്നു വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നോക്കി അമ്മയുടെ വായ കൂടിയിരിക്കുന്നെന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രണ്ടുപേരുടെയും വായയ്ക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാണ് എന്നും പറഞ്ഞ്. അതൊക്കെ സച്ചിയുടെ നാടകമാണ്, സച്ചി അല്ലാതെ ഒരമ്പലത്തിൽ പോലും പോവാത്ത സച്ചിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സച്ചി അത് നിങ്ങളൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സുധിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സുധിക്ക് അന്നത്തെ രാത്രി മുതൽ ഉറക്കമില്ല, അവന് തീരെ ഉറങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ ആദ്യത്തെ ദിവസം അവന് ഉറങ്ങാനേ പറ്റുന്നില്ല, അവൻ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ചന്ദ്രയുടെ അവസ്ഥ അതുപോലെയൊക്കെ തന്നെയാണ്. അതിനുശേഷമാണെങ്കിൽ ചന്ദ്ര അതിരാവിലെ തന്നെ വേഗം തന്നെ ഭാമയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഭാമയോട് പറയാണ്, എടി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെന്നാൽ വേറെ എന്തെങ്കിലും പരിഹാരം കാണാൻ നോക്കിക്കോ, അല്ലെങ്കിൽ വായ മാത്രമല്ല കൈ വരെയും ചിലപ്പോൾ കോടിപ്പോകും എന്ന് പറയാണ്. കൈ വരെയും തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ വരുമെന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ രാവിലെ തന്നെ ഇങ്ങോട്ട് വായും, നമുക്ക് വേറൊരു സ്വാമിയെ കാണാം, ആ സ്വാമി എന്തായാലും ഇതിന് പരിഹാരം കാണിച്ചു തരും, നല്ല ശക്തിയുള്ള സ്വാമിയാണ് എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര ഓക്കെ എന്ന് പറയുകയും അതുപോലെ തന്നെ സുധിയെ കാര്യം അറിയിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും കൂടി സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. അല്ല, നിങ്ങൾ ശരിക്കും ഏത് സ്വാമിയുടെ അരികിലേക്കാണ് പോയത്, അത്രയും ശക്തിയുള്ള സ്വാമിയുടെ പേരെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ് സച്ചിദാനന്ദ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എടി രേവതി, ഞാൻ എവിടേക്കും പോയിട്ടില്ല, അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. എന്തെങ്കിലും കള്ളത്തരം അവരെ ഉള്ളിലുണ്ടെങ്കിൽ അവരെന്തായാലും അത് പുറത്ത് പറയും, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രേവതി ഇതുപോലെ തന്നെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും മുറിയിൽ ഇത് തന്നെയാണ് ചർച്ച. അപ്പോൾ അവിടേക്ക് രേവതി വരുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടത്തി എന്നാലും ഇങ്ങനെയൊക്കെ ഏത് സ്വാമി അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കെന്നാൽ അത് കണ്ടുപിടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞിട്ട് വേഗം അവർ നിൽക്കുന്ന ആ റൂമിൻ്റെ വാതിൽ അടക്കുകയാണ്. എന്നിട്ട് പറയാണ്, സച്ചിയേട്ടൻ എവിടേക്കും പോയിട്ടില്ല, വെറുതെ കടയിൽ നിന്ന് വാങ്ങിയ ചെറുനാരങ്ങയാണ്, വെറുതെ ഓരോന്ന് ചെയ്ത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പുറത്ത് കൊണ്ടുവരാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സുധിയേട്ടൻ അല്ല അത് എടുത്തതെങ്കിലോ അപ്പോൾ എന്താവും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ മനസ്സിലാക്കാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഭാമ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ് സുധിയും
ചന്ദ്രയും കൂടിയിട്ട് അങ്ങനെ അവിടെ എത്തിയിട്ട് അവർ വേറൊരു അപ്പം ഇവിടെ നിന്ന് പോകാനായിട്ട് 100 കള്ളങ്ങൾ പറയുന്നുണ്ട്. ഒരു 9 മണി കഴിഞ്ഞാൽ പോലും എഴുന്നേൽക്കാത്ത ചന്ദ്രയും സുധിയും അന്ന് രാവിലെ തന്നെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പരസ്പരം രണ്ടുപേരും തെറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് ഭാമയാൻറ്റിയുടെ വീട്ടിലേക്കാണ്, ഒരാൾ പറയുന്നുണ്ട് ഓഫീസിലേക്കാണ്. അപ്പം എന്താ സംഭവിക്കണമെന്ന് ചോദിക്കുകയാണ്. അല്ല, അമ്മയ്ക്ക് ഭാമയാൻറ്റിയെ കാണണം, അപ്പം അമ്മേനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് എനിക്ക് ക്ലയൻറ്റിനെ കാണാൻ പോകാനുണ്ടെന്ന് നമ്മുടെ സുധി പറയുന്നുണ്ട്. അപ്പം എന്തിനിപ്പോൾ ഭാമേനെ നീ ഇത്ര നേരത്തോടെ പോയി കാണുന്നതെന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ. അപ്പം പറയുന്നുണ്ട് അവള് സുഖമില്ലാതെ കിടക്കുകയാണ്, ഇത്രയും വേഗം പോകണമെന്ന് പറയാണ്. അപ്പോൾ എന്തിന് ഇത്ര രാവിലെ തന്നെ പോകുന്നത്, പിന്നെ വൈകിട്ട് പോയി കഴിഞ്ഞാൽ അസുഖം കൂടില്ലേ, അപ്പം എന്താ ഇത്ര വല്ലാത്ത അസുഖം എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് വയറിളക്കം എന്നും അതുപോലെ തന്നെ വയറുവേദന വയറിളക്കം എന്ന് പറയുന്ന സമയത്ത് അതേ ടൈമിൽ തന്നെ സുധി പറയുന്നുണ്ട് പനിയാണെന്ന്. അപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട് ഇതിലിപ്പോൾ സത്യത്തിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പരസ്പരം തിരിച്ച് പറയുകയാണ്. ചന്ദ്ര നേരത്തെ വയറുവേദന എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര ഇപ്പം പനി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുധി നേരത്തെ പനി പറഞ്ഞ സുധി ഇപ്പോൾ വയറുവേദന എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക എന്ന് അവർ പറയാണ്. അപ്പോൾ രണ്ടും ഉണ്ട്, അവൾക്ക് പനിയുണ്ട് വയറുവേദനയുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് അവിടെ നിന്നും പോകുകയാണ് നമ്മുടെ ഭാമയാൻറ്റിയെയും കൂട്ടിയിട്ട് സുധിയും അതുപോലെ ചന്ദ്രയും കൂടിയിട്ട് ഒരു സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തുമ്പോൾ അതിലും വലിയ ഗംഭീരമായ സംഭവങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് സച്ചി കണ്ടെത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.